സൂംബ ഡാൻസുമായി ആഘോഷങ്ങളിൽ മുഴുകി വിലസുന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇപ്പോൾ ശരിക്കും ചുവട് പിഴയ്ക്കുകയാണ്. അധികാരത്തിൻ്റെ ഹൂങ്കിൽ ആരെയും വകവെക്കാതെ മുന്നോട്ടു പോയിരുന്ന ആ മന്ത്രിയുടെ കൊമ്പടിക്കുന്ന പ്രകടനവുമായാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ഭരണസിരാ കേന്ദ്രങ്ങളെ വിറപ്പിക്കുന്ന ചോദ്യങ്ങളുമായി പ്രിയങ്ക ഗാന്ധി MP നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ കേരളം കണ്ടത് പുതിയൊരു പോരാട്ട വീര്യമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചുകൊണ്ട് ആദിവാസി ക്ഷേമ പദ്ധതികൾ എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന കടുത്ത ചോദ്യമുയർത്തി മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന വീണ ജോർജ് ആ വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ താറുമാറാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ആരോഗ്യമേഖല ഇന്ന് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ഈ അനാസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെ നേരിട്ട് തുറന്നു പറഞ്ഞപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന വിചിത്രമായ മറുപടിയാണ് ആ മന്ത്രിയിൽ നിന്നും നമ്മൾ കേട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൻ്റെ ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോഴും ഇതേ ന്യായീകരണം മാത്രമാണ് ആ മന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത്. എന്നാൽ ഈ അനാസ്ഥയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണമായിരുന്നു പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷണം മറന്നുവെച്ച ആ വലിയ സംഭവം. ഇതിനെതിരെ കടുത്ത ഭാഷയിലാണിപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചത്. സാധാരണക്കാരുടെ ജീവന് പുല്ലുവില പോലും നൽകാത്ത ഈ ആരോഗ്യവകുപ്പിന്റെ നടപടികൾക്കെതിരെ വടിയെടുക്കാതെ നിവർത്തിയില്ല എന്ന അവസ്ഥയാണിപ്പോൾ. തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോഴും സിസ്റ്റം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന മന്ത്രിയുടെ കസേര തെറിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധി ഉയർത്തുന്നത്. ഈ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു ഇപ്പോൾ വയനാടാണ്. വയനാട്ടുകാർ വർഷങ്ങളായി സ്വപ്നം കാണുന്ന ആധുനിക മെഡിക്കൽ കോളേജ് ഇന്നും വെറും നോക്കുകുത്തിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാനന്തവാടി ജില്ലാ ആശുപത്രിയെ പേരിന് മാത്രം മെഡിക്കൽ കോളേജാക്കി മാറ്റിയതല്ലാതെ ഇവിടെ എന്ത് സൗകര്യമാണ് ഒരുക്കിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഡോക്ടർമാർ ഇല്ലാതെയും വെന്റിലേറ്ററുകൾ പ്രവർത്തിക്കാതെയും സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭിക്കാതെയും ഒരു ജനത നരകിക്കുകയാണ്. അത്യാസന്ന നിലയിലുള്ള രോഗികളെയും കൊണ്ട് ഇന്നും ചുരമിറങ്ങി കോഴിക്കോട്ടേക്ക് ഓടേണ്ടി വരുന്ന വയനാട്ടുകാരുടെ ഗതികേടിന് മുന്നിൽ വീണ ജോർജിന്റെ ന്യായീകരണങ്ങൾക്ക് ഒരു വിലയുമില്ല. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വയനാട്ടിലെ ഈ ദുരവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മോഡലിനെ കുറിച്ച് വീമ്പിളക്കുന്ന മന്ത്രി ഒന്ന് വയനാട്ടിലേക്ക് വരണമെന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും പൊള്ളത്തരങ്ങൾ ഓരോന്നായി പ്രിയങ്ക പൊളിച്ചെടുക്കുകയാണ്. മെഡിക്കൽ കോളേജിനായി അനുവദിച്ച ഫണ്ടുകൾ എവിടെ പോയി? പുതിയ തസ്തികകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും അനാസ്ഥ കാട്ടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ഉത്തരം മുട്ടുകയാണ്. കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മന്ത്രിക്ക് മുന്നിൽ കൃത്യമായ രേഖകളും വസ്തുതകളുമായാണ് പ്രിയങ്ക ഗാന്ധി നിലയുറപ്പിച്ചിരിക്കുന്നത്.